നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവരിപ്പോഴും പുറത്തു നിൽക്കുക. മുത്തശ്ശിയടക്കം വീടിന്റെ താക്കോലും കാത്തു നിൽക്കുക. നീയൊക്കെ ഒരു മനുഷ്യനാണോ? ഗിരിജയെ മോളെയും അകത്ത് കയറ്റി ഊട്ടാത്തതിന്റെയും ഉറക്കാത്തതിന്റെയും ഒക്കെ ഒരു ടെൻഷൻ. ഇവിടെ എന്റെ ഏട്ടത്തി ഇങ്ങനെ കിടക്കുമ്പോഴാ. എല്ലാത്തിനും കാരണം ഇവൾ ഒറ്റൊരുത്തിയ. പാതി വഴിയിൽ തന്തയും തള്ളയും പോയി. എടി, നീ വന്ന് കേറിയത് മുതല് മരുവത്തൂരിൽ പ്രശ്നങ്ങളും വഴക്കുകളും ഒഴിയാത്ത ദിവസമില്ല. എന്റെ ചേച്ചിക്ക് എന്നെ കാണുന്നത് പോലും ദേഷ്യമായി. ഇപ്പൊ കണ്ടില്ലേ, നിന്നെ ഇവൻ താലി കെട്ടി ആ നിമിഷം എന്റെ ചേച്ചി കുഴഞ്ഞു വീണു. ശപിക്കപ്പെട്ടൊരു പെണ്ണിനെ വിളിച്ചു കയറ്റി എന്റെ കുടുംബവും ചേച്ചിയൊക്കെ മുടിഞ്ഞു പോലും. പവിത്രൻ സാറേ, ഇപ്പൊ ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല. ഇതൊരു ഹോസ്പിറ്റലാണെന്നും അകത്ത് ബോധമില്ലാതെ കിടക്കുന്നത് നിങ്ങളെ പോലെ തന്നെ എനിക്കും താങ്ങും തണലുമായിരുന്ന എന്റെ മാഡം ആണെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഇതേ ഞാൻ നിനക്ക് മുമ്പേ തരേണ്ടതായിരുന്നു. എങ്കിലേ നീ ഈ കണന്തരം ഒന്നും കാണിക്കില്ലായിരുന്നു. ആ ശില്പയും ഗിരിജയുമായി ചേർന്ന് മണ്ഡപത്തിൽ പോയി ടൈം ബോംബ് വെച്ചല്ലേ? ഇതേ നിനക്കുള്ള ബോംബാ. നിങ്ങൾ മാത്രം വിചാരിച്ചാലേ ഇതൊക്കെ ഉണ്ടാക്കാനും പൊട്ടിക്കാനും പറ്റത്തുള്ളൂ വിചാരിച്ചോ? നിന്റെ മോന് മാത്രമല്ല, എനിക്കുണ്ടടി ചില ക്രിമിനൽസുമായിട്ടുള്ള ബന്ധങ്ങള്. ഒരിത്തിരി വകതിരിവ് ഉണ്ടായിരുന്നെങ്കിൽ നീ ഇതിന് കൂട്ടി നിൽക്കുവായിരുന്നോടി. അതെങ്ങാനും പൊട്ടിയിരുന്നെങ്കിലേ നീ ഉൾപ്പെടെ എല്ലാരും ഭസ്മമായി പോയേനെ. കൂട്ടുനിന്ന നിന്നോട് പോലും അവര് പറഞ്ഞില്ലല്ലോ.